കാര്യം ഇപ്പോൾ എന്താ പറയുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ അവസാനത്തെ മത്സരത്തിൽ ഫാലോ ഇന്ത്യയെ പോലെയുള്ള താരങ്ങളും പിന്നെ ഹോമിയൊക്കെ പഴയ ഹോമിയായി. ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം ഒന്ന് മെച്ചപ്പെട്ട് വരുന്നതിനകത്ത് സന്തോഷമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിൽ 5 കളികളിൽ നിന്നും സ്വന്തമാക്കാൻ കഴിയുന്ന ഒരേ ഒരു പോയിന്റ് ആണ് എന്നുള്ളത് നിരാശ തന്നെയാണ്. നമ്മൾ ഈ ഒരു പോയിന്റിനെ വളരെ വലിയ ആഘോഷമായിട്ട് കാണുന്നതും നമ്മുടെ ഒരു ബലഹീനതയും ദൗർബല്യവും ഒക്കെയാണ് എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാനുള്ള കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലനമായിട്ടുള്ള ഡേവിഡ് കാറ്റലയുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. കാറ്റലയെ ഒരുപാട് തവണ കുറ്റം പറയുന്നുണ്ടെങ്കിലും പുള്ളി വിജയത്തിന്റെ ക്രെഡിറ്റ് ഒന്നും അടിച്ചെടുക്കാൻ നിൽക്കുന്നില്ല. പക്ഷെ തോൽവികളുടെ റെസ്പോൺസിബിലിറ്റി മുഴുവനും അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഒരു ഘട്ടത്തിൽ നമ്മളെ കൂടുതലൊന്നും പറ്റത്തില്ല, എല്ലാം നിർത്തുന്നു എന്ന് വരെ പറഞ്ഞ ഒരു പരിശീലകൻ ഒരു വിജയം കിട്ടിക്കഴിയുമ്പം അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നിൽക്കാതെ തന്റെ താരങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ എഫേർട്ടാണ് റിസൾട്ട്, എല്ലാ ക്രെഡിറ്റും ഈ ഒരു ജയത്തോളം പോകുന്ന സമനില എന്നാണ് അവരൊക്കെ വിശേഷിപ്പിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന് മരണത്തിൽ നിന്നും കിട്ടിയ ഒരു കച്ചിത്തുരുമ്പ് എന്നതിനപ്പുറത്തേക്കൊന്നുമില്ല. ആ ഒരു സമനിലയ്ക്കുള്ള ക്രെഡിറ്റ് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച പ്രകടനത്തിനുള്ള ക്രെഡിറ്റ് പൂർണ്ണമായിട്ടും തന്റെ താരങ്ങൾക്ക് നൽകാനുള്ള മനസ്സ് കാറ്റല കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് പുള്ളിയെ നമ്മൾ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്തിട്ട് എടുത്തു പറയേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു.